കഴിഞ്ഞ ആഴ്ച മോൻ്റെ സ്കൂളിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. പരിപാടി കഴിഞ്ഞ ഉടനെ തന്നെ അവിടുത്തെ ഒരു സ്റ്റാഫ് ഒറ്റയ്ക്ക് ആ വലിയ ഹാള് റീഅറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എത്ര പെട്ടെന്നാണെന്നറിയോ ഹാള് പഴയ സ്ഥിതിയിലായത്? അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മളിപ്പോൾ കാണുന്ന ഫോൾഡബിൾ ടേബിളാണ്. കൗതുകം ലേശം കൂടുതലായതുകൊണ്ട് തന്നെ അടുത്ത് പോയി വിശദമായി പരിശോധിച്ച് നോക്കി. ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു ഫോൾഡബിൾ ടേബിളാണത്. മടക്കി ഒതുക്കി എവിടെ വേണമെങ്കിലും വയ്ക്കാം. ആവശ്യമുള്ളപ്പോൾ താഴെ വീലുള്ളത് കൊണ്ട് എവിടേക്ക് വേണമെങ്കിലും ഉരുട്ടിയും കൊണ്ടുപോകാം. ഭാരം നന്നേ കുറവാണ് എന്ന് വെച്ച് ബലത്തിനൊരു കുറവുമില്ല കേട്ടോ. മെക്കാനിസം വളരെ സിമ്പിളാണ്. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ്, ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ്. ഈ രാജ്യത്ത് അങ്ങനെയാണ്. ആരും ആരെയും ഒരു കാര്യത്തിനും അനാവശ്യമായി ബുദ്ധിമുട്ടിക്കില്ല. ആരും ആരുടെയും ഒരു കാര്യത്തിനും അനാവശ്യമായി ഇടപെടുകയുമില്ല. അതുകൊണ്ട് തന്നെ എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മൾ തനിയെ ചെയ്യാൻ പഠിക്കും. ചെറുപ്പം മുതലേ അവർക്ക് അതിനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. സെൽഫ് സഫിഷ്യൻസി അത് വളരെ വലിയൊരു ക്വാളിറ്റിയാണ് കേട്ടോ. ഇവിടുത്തെ ആളുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും, അത് ബൂസ്റ്റ് ചെയ്യുന്ന എല്ലാ സൗകര്യങ്ങളും പല ഉപകരണങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. മുൻപ് ഞാൻ പഠിപ്പിച്ചിരുന്ന ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ്റെ ക്ലാസ് റൂം ഒരു ഹാളായിരുന്നു. എന്തെങ്കിലും പരിപാടി വരുമ്പോൾ ഷട്ടർ മാറ്റി അത് ഹാളാക്കും. ആ സമയത്ത് കുട്ടികളുടെ സഹായത്തോടുകൂടി ബെഞ്ചും ഡെസ്കും ഒക്കെ അറേഞ്ച് ചെയ്യും. ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട്, പ്രത്യേകിച്ച് ഡാൻസും പാട്ടുമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ അവശതയായിട്ടുണ്ടാവും. ഇപ്പോൾ റീഅറേഞ്ച് ചെയ്യാനായിട്ട് ഓൾറെഡി വോളണ്ടിയേഴ്സിനെ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അവരൊന്നും മിക്കവാറും കിട്ടാറില്ല. ഈ പരിപാടികൾ മിക്കവാറും നടക്കുന്നത് വെള്ളിയാഴ്ചകളിലായിരിക്കും. തിങ്കളാഴ്ച വരുമ്പോൾ ക്ലാസ് റൂം അറേഞ്ച്ഡ് അല്ല എങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാവും. ഇത് മനസ്സിലാക്കി നമ്മുടെ കൂടെ കൂടി നമ്മളെ സഹായിച്ച ഒരുപാട് മുഖങ്ങൾ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു.